ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും എന്ന് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വചനത്തിലേക്ക് കിടക്കാം, നോമ്പിൻ്റെതായ ചിന്തകളിലേക്ക് കിടക്കാം. ഇത് നമുക്ക് ഏശയ്യായുടെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ 11 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹനബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു? വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത്. ധൂപം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. നിങ്ങളുടെ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, ദൈവപ്രീതി നേടാൻ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി പഴയ നിയമത്തിൽ നിർദ്ദേശിച്ചിരുന്ന കാഴ്ചകളാണ് വിധവിധങ്ങളായ ബലികളും വിവിധങ്ങളായ ആഘോഷങ്ങളെല്ലാം. ലേവ്യരുടെ പുസ്തകം ഏതാണ്ട് മുഴുവനായും ഇവയെ സംബന്ധിച്ച പ്രബോധനങ്ങളും നിർബന്ധനങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിട്ട് വിശദീകരിക്കുന്നുണ്ട്. മൃഗബലി, ധാന്യബലി, പാനീയബലി എന്നിങ്ങനെ നിരവധി ബലികൾ, അനേകം തിരുനാളാഘോഷങ്ങൾ, ഇവയെല്ലാം ദൈവം തന്നെ ആവശ്യപ്പെട്ടിരുന്നതായി ബൈബിൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ബലിയർപ്പണങ്ങളും കാണിക്കകളും ഉത്സവ ആഘോഷങ്ങളും മിക്കവാറും എല്ലാ മതങ്ങളിലും കാണാം. മതത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളായി ഇത്തരം അനുഷ്ഠാനങ്ങളെ നമ്മൾ കരുതി പോന്നിരിക്കുകയാണ്. വലിയ നോമ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആഴ്ചകളിൽ കത്തോലിക്ക സഭകളിലും വിവിധ ആഘോഷങ്ങളായ തിരുനാൾ, പള്ളിപ്പെരുന്നാളുകൾ കേരളത്തിൽ ഒട്ടുമുക്കാലുണ്ട്, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലുണ്ട്. ഞാൻ തൃശ്ശൂർ ജില്ലയിലുള്ള ആളാണ്. അപ്പോൾ ഇവയെല്ലാം ഒറ്റയടിക്ക് തള്ളിപ്പറയുന്ന അവസ്ഥയിലല്ല ഞാൻ പറഞ്ഞത്. ആരംഭത്തിൽ ഉദ്ധരിച്ച ആ വചനങ്ങൾ, അല്ലെങ്കിൽ ഏശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞത് എന്തെങ്ങനെ ബൈബിളിൽ തന്നെ ഒരു വൈരുദ്ധ്യാത്മകമായ ചിന്ത നമുക്ക് കടന്നു വരുന്നത്. ആചാരാനുഷ്ഠാനങ്ങൾ ഒന്നും വേണ്ടെന്നാണോ പ്രവാചകന്മാർ പറയുന്നത്? എങ്കിൽ തന്നെ എന്താണെന്നതിന് കാരണം ആന്തരികത നഷ്ടപ്പെട്ട അനുഷ്ഠാനങ്ങളാണ് ദൈവം പ്രവാചകന്മാർ വഴി തള്ളി പറഞ്ഞിട്ടുള്ളത്. സമ്പൂർണമായ ആത്മസമർപ്പണത്തിൻ്റെ അടയാളമായിരിക്കണം ബലിയർപ്പണം. പുതിയ ബലി നമ്മൾ കർത്താവ് ബലി അർപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു ബലിയുടെ ആവശ്യം അവിടെ വരുന്നില്ല. പ്രത്യേകിച്ചും മൃഗബലികൾ അതിൻ്റെ ഏറ്റവും മഹത്വമായ പ്രകടനമാണ്. പഴയകാലത്ത് ബലിമൃഗത്തെ അല്പം പോലും അവശേഷിപ്പിക്കാതെ പൂർണ്ണമായും ദഹിപ്പിക്കുന്ന സമ്പൂർണ്ണ ദഹനബലി. ദൈവം നൽകിയ വിമോചനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഒപ്പം അവിടെ നൽകിയ ഉടമ്പടിയും ഓർമ്മ പുതുക്കുകയും നിയമങ്ങൾ അനുസരിക്കുകയും കൊള്ളാം എന്ന വാഗ്ദാനം ആവർത്തിക്കുകയും ചെയ്യുന്ന അവസരങ്ങളാണ് ഉത്സവ ആഘോഷങ്ങൾ. പക്ഷെ അതാണോ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്നാൽ കാലക്രമത്തിൽ കാതൽ നഷ്ടപ്പെട്ട പുറന്തോട് മാത്രം അവശേഷിക്കുന്ന വൻവൃക്ഷം പോലെ ഈ മതവും അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ വ്രതങ്ങളെല്ലാം ലംഘിച്ചതിന് ശേഷം മുടി മുറിക്കാത്ത സാംസൺ എന്ന പ്രവാചകനെ പോലെ അല്ലെങ്കിൽ വ്യക്തിയെ പോലെ ആയി നമ്മുടെ അവസ്ഥകളെല്ലാം. എല്ലാം ഉണ്ട്, എല്ലാ വ്രതങ്ങളും നഷ്ടപ്പെട്ടു, മുടി മാത്രം മുറിച്ചില്ല. അങ്ങനെ ആചരിക്കുന്ന അനുഷ്ഠാനങ്ങളുടെ അർത്ഥവും ലക്ഷ്യവും അതാണോ നമ്മുടെ ലക്ഷ്യം വേണ്ടത്? ആ ആത്മശോധനയ്ക്കുള്ള അവസരമാണ് ഈ നോമ്പുകാലം. എല്ലാ കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. ആന്തരികമായ സമർപ്പണത്തിൻ്റെ വ്യക്തത, ഒരു ക്ലാരിറ്റി, ശരിയായ രീതിയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് ആത്മശോധന നടത്തണം. എല്ലാം നല്ലതാണ്, പക്ഷെ അതിൻ്റെതായി ശരിയായ രീതിയിൽ എടുക്കുന്നില്ലെങ്കിൽ, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിലല്ലെങ്കിൽ എല്ലാം തന്നെ വ്യർത്ഥമാണ്. സംസാരവും പ്രവൃത്തിയും ഒന്നും തന്നെ അത് ശരിയായ രീതിയിലല്ല നടക്കുന്നെങ്കിൽ, കാരണം എല്ലാം അറിയുന്നവനാണ് ദൈവം. അപ്പോൾ ശരിയായ രീതികളല്ലെങ്കിൽ തന്നെ എന്താ പറഞ്ഞാൽ, നമ്മൾ സാംസൺ നമുക്കറിയാം, പഴയ നിയമത്തിൽ ഏറ്റവും ശക്തനായ ഒരു വ്യക്തിയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു, മുടി മാത്രമുണ്ട്. മുടി കൊണ്ട് രക്ഷപ്പെട്ടു? ഇല്ല. അപ്പോൾ
നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണ രീതിയിൽ പൂർണ്ണമായ സമർപ്പണത്തിലൂടെ നടക്കുകയാണെങ്കിൽ എല്ലാം അതിൻ്റെ മഹത്വത്തിലേക്ക് നമുക്ക് നയിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണ്. ഈ ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. നൽകണ യേശുവേ കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആത്മ സമർപ്പണവും ഞങ്ങളുടെ ബലിയർപ്പണങ്ങളും ഞങ്ങളുടെ ഉത്സവങ്ങളും ഞങ്ങളുടെ പെരുന്നാളുകളും കർത്താവെ വ്യക്തമാക്കി തരേണ്ടത് ദൈവമേ ഞങ്ങളോടുള്ള വിശ്വാസമാണെന്നും എന്നുള്ള പൂർണ്ണ അർത്ഥത്തിലേക്ക് ഞങ്ങൾ നയിക്കാൻ ഇടവരുത്തണമേ കർത്താവെ. ഞങ്ങളുടെ ലക്ഷ്യം എന്താണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പാതയിലൂടെ നയിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും നയിക്കണമേ. ഈ നോമ്പ് കാലത്ത് അതിനുള്ള ചിന്ത ഞങ്ങൾക്ക് നൽകണമേ. പൂർണ്ണ സംരക്ഷണം നൽകണമേ കർത്താവെ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.